ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു സൂപ്പർ അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു പഞ്ഞപ്പം എന്നൊക്കെ പറയാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഒരു കപ്പ്, അതായത് 200 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു കപ്പിനകത്തുള്ള ശർക്കര ഞാനൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ശർക്കരയ്ക്ക് ഒരു കപ്പ് തന്നെ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുകി വരുന്നത് വരെ, ശർക്കര ഉരുകി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് ഒരു ഏലക്ക ഒന്ന്, അതായത് എൻ്റെ ചില ആൾക്കാർ തൊലി ഇടുന്നത് ഇഷ്ടമല്ല, അങ്ങനെയുള്ള ഒരു തൊലി ഇടണ്ട കേട്ടോ. ആ കുരു മാത്രം ഇടുക. ആ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു ശർക്കരപ്പാനിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് അരിച്ച് മാറ്റി ഒഴിക്കണം. ശർക്കരയിലത്തെ ആ ഒരു കരടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടാനും അതുപോലെ തന്നെ ആ ഒരു ഏലക്ക നമുക്ക് വേണ്ടതാനും. ഏലക്കയുടെ ഒരു ഫ്ലേവർ ആ ശർക്കരപ്പാനിക്ക് അകത്ത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതാ ഇനി ആ ശർക്കരപ്പാനി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് മിക്സിക്കകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ പഴത്തിൻ്റെ ആ ഒരു പഴത്തിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യമുള്ള ജലാംശം ഉണ്ട്. അപ്പോൾ അത് മതിയാവും. അപ്പോൾ അതാ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിടുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന നേന്ത്രപ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല. മധുരം പഴത്തിന് കുറവാണെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിനകത്ത് ചേർത്ത് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പഴത്തിൻ്റെ ഒരു മിക്സും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടും ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ശർക്കരപ്പാനി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മുഴുവൻ ശർക്കരപ്പാനി തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഇനി ശർക്കരപ്പാനി ആവശ്യത്തിന് മാത്രം എടുക്കുക കേട്ടോ. ഒത്തിരി എല്ലാം കൂടെ ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു പഴത്തിൻ്റെ ഒരു മധുരം ഉള്ളത് കൊണ്ട് നമുക്കത് കറക്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കൂടുതലോ കുറവൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് നമ്മൾ കിണ്ണത്തപ്പത്തിനൊക്കെ മാവ് കോരി ഒഴിക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവമാകുന്നത് വരെ ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കണ്ടോ, ഇതിലത്തെ ആ കട്ടകളെല്ലാം മാറി നന്നായിട്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിനകത്തോട്ട് ഒരു 3 നുള്ള് ജീരകത്തിൻ്റെ പൊടി, ജീരകം ഒന്ന് ചെറുതായിട്ട് വറുത്തിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു ജീരകപ്പൊടി ചേർക്കാം. അല്ലാത്തവർക്ക് ഏലക്കയുടെ, നമ്മൾ ഇതിന് പകരം ഏലക്ക പൊടിച്ചത് ചേർക്കാം കേട്ടോ. നമ്മൾ മുന്നേ തന്നെ ആ ഒരു ശർക്കരപ്പാനിയിൽ ഏലക്ക ചേർത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ അല്പം ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഞാൻ 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് മാത്രം ചേർക്കുക. ഇനി നമുക്ക് ഏതൊക്കെ പാത്രത്തിലാണോ നിറയ്ക്കേണ്ടത് അതനുസരിച്ച് ആ പാത്രങ്ങളിലൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. ഞാനിവിടെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ചോറ് കൊണ്ടുവന്ന ഒരു സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിനകത്ത് കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു കേക്കിൻ്റെ ടിന്നിനകത്ത് ഉണ്ടാക്കും, ഒക്കെ നമുക്ക് ചെയ്യാം. ഏത് പാത്രമൊക്കെ എടുക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഉള്ള പാത്രങ്ങൾ എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ പാത്രങ്ങളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു പാത്രങ്ങൾ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് പിസ്ത, ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പിസ്ത അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ആണോ അല്ലെങ്കിൽ കശുവണ്ടിയോ കപ്പലണ്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി അതല്ല, നമ്മൾ ആ ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത്, ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ ഒരു സമയത്ത് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തെന്നാലും നല്ലതാണ്. ഇനി ഇതിൻ്റെ മേലെ അല്പം വെളുത്ത കളറിലുള്ള എള്ള് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. ഞാൻ ഓർത്തു അങ്ങനെയെങ്കിലും ഇച്ചിരി എള്ളിൻ്റെ ഒക്കെ ഒന്ന് കുഞ്ഞുങ്ങളുടെ വയറ്റിൽ ചെന്നോട്ടേന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു എള്ള് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
ഇനി ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡിയാണ്. ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. അതിനായിട്ട് ഞാനൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ഒഴിച്ച്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി, ആവി വരാൻ തുടങ്ങിയതാ. ഇതുപോലെ ആവി വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു പാത്രങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മൾ ജസ്റ്റ് വെള്ളം തിളയ്ക്കാതെ ഒന്നും വെച്ച് കൊടുക്കരുത്. അന്നേരം നമ്മുടെ ഈ ഒരു മാവ് അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാർഡായിട്ട് പോകും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 15 മിനിറ്റ് ഞാൻ ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ അപ്പം ഒക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, കാണാനൊക്കെ സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉള്ളൊക്കെ വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്യൂവർ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. എന്നിട്ട് ആ ഒരു സ്ക്യൂവറൊക്കെ നല്ല നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത്, ഒട്ടിപ്പിടിക്കാതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് കൗണ്ടർ ടോപ്പിലോട്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ഇതാ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തന്നെ വിട്ട് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ. ഇനി നമുക്കൊരു കുഞ്ഞൊരു സ്പൂണിൻ്റെ സഹായത്തോടെ ഇതൊന്ന് ഈ പാത്രത്തിൽ നിന്നൊന്ന് വിടുവിച്ചെടുക്കണം. ഇതാ നമ്മുടെ അപ്പം ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാത്രങ്ങളിലോട്ട് മാറ്റി ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ ഒന്ന് വിടുവിച്ചെടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ പഞ്ഞപ്പം ഇവിടെ റെഡിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വെറും 3 ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് നേന്ത്രപ്പഴം തന്നെ വേണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങളുടെ വീട്ടിൽ എന്ത് പഴമാണോ ഉള്ളത് അത് വെച്ചിട്ട്, ചെറുപഴം, റോബസ്റ്റ പഴം, അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനിതിൻ്റെ ഉള്ളൊന്ന് കാണിക്കാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. കണ്ടോ, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.